വിഷ്ണുപൂജ നടത്തുന്നതിന് ഏറ്റവും ശുഭകരമായ ഒരു കാലഘട്ടം, അതാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. ഇത് വർഷത്തിൽ 4 തവണയുണ്ട്. ചിങ്ങമാസം, വൃശ്ചികമാസം. നമ്മളുടെ വിശ്വാസം അനുസരിച്ച് സാക്ഷാൽ മഹാവിഷ്ണു പ്രപഞ്ചത്തിൻ്റെ ക്ഷേമത്തിനും നിലനിൽപ്പിനും വേണ്ടി അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യുന്ന സമയമാണ് വിഷ്ണുപതി പുണ്യകാലം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മഹാവിഷ്ണുവിനെയും ഗരുഡനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായിക്കുന്നു. ജീവിതത്തിൽ ചിലർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ. ചിലർ കടം കൊണ്ട് അതികഠിനമായി ബുദ്ധിമുട്ടുന്നു. ചിലർക്ക് വിവാഹം എത്ര തന്നെ വിചാരിച്ചാലും നടക്കുന്നില്ല. അതുപോലെ ഏത് കാര്യങ്ങൾ വിചാരിച്ചാലും അതൊന്നും പൂർണ്ണമായി വിജയിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്വന്തം ബന്ധത്തിലുള്ളവരും സുഹൃത്തുക്കളുമൊക്കെ അകാരണമായിട്ട് തന്നെ ശത്രുതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ളവർക്കൊക്കെ പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ഒരു ഉത്തമ സമയമാണ് വിഷ്ണുപതി പുണ്യകാലം. ചിലർ ജീവിതത്തിലെ കഠിന ദുരിതങ്ങൾ കാരണം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റിയ ഉത്തമമായ ഒരു സമയമാണ് വിഷ്ണുപതി പുണ്യകാലം. എന്നുവെച്ചാൽ വിഷ്ണു ഭഗവാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിയുന്ന കാലമാണിത്. വർഷത്തിൽ 4 ദിവസമാണ് ഈ വിഷ്ണുപതി പുണ്യകാലം ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ശിവഭഗവാൻ അത്ഭുതം ചൊരിയുന്ന ദിവസങ്ങളുണ്ട്. ബ്രഹ്മാവ് അത്ഭുതം ചൊരിയുന്ന ദിവസങ്ങളുമുണ്ട്. ഈ കാലഘട്ടത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് വളരെ മികച്ച ഒരു ജീവിതം കിട്ടാനാണ്. അതായത് വാഹനങ്ങളാണെങ്കിലും ഭംഗിയുള്ള വീടുകളാണെങ്കിലും സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും നല്ല വസ്ത്രങ്ങളാണെങ്കിലും നല്ല വിദ്യാഭ്യാസം ആണെങ്കിലും ഇവകളൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഇതിനുവേണ്ടി ചിലർ ജനിച്ച നാട് വിട്ട് മറ്റ് നാടുകളിൽ പോയിട്ട് ഊണുമുറക്കവും ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്നു. എന്നിട്ടും ഇതൊന്നും ലഭിക്കാതെ വന്നാൽ മനുഷ്യർ അതൃപ്തരാകുന്നു. ഇതിനൊക്കെ ഒരു നല്ല പരിഹാരമാണ് ഈ വിഷ്ണുപതി പുണ്യകാലത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. മഹാവിഷ്ണു മഹാലക്ഷ്മിയുമായിട്ട് ചേർന്ന് അനുഗ്രഹം ചൊരിയുന്ന കാലഘട്ടമാണ് ഇത് എന്നാണ് ഐതിഹ്യം. ഇപ്രകാരം അനുഗ്രഹം ലഭിക്കുന്ന സമയങ്ങളെയാണ് നമ്മൾ ഈ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. എല്ലാ മാസവും സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പോകും. നമ്മൾ പറഞ്ഞ 4 മാസങ്ങളിൽ സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് പോകുന്ന ആ ഒരു സമയമുണ്ട്. ആ സമയത്തിന് തൊട്ട് മുമ്പുള്ള 6:45 മണിക്കൂർ നേരത്തെയാണ്, അല്ലെങ്കിൽ 6:45 മണിക്കൂർ സമയത്തെയാണ് നമ്മൾ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. ഈ പുണ്യകാലത്തിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ കൊടിമരമുള്ള ക്ഷേത്രമാണെങ്കിൽ ഉത്തമം. 27 തവണ നമ്മളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അത് നടക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ വർദ്ധിച്ച കടമുള്ള ഒരാൾക്ക് ആ കടം തീരണമെങ്കിൽ 27 തവണ നമ്മൾ ആ കൊടിമരത്തോട് ചേർന്ന് ശ്രീകോവിലിനെ വലം വയ്ക്കണം. മനസ്സിൽ കടം പൂർണ്ണമായി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 27 തവണ വലം വയ്ക്കുക. വിവാഹത്തിൻ്റെ തടസ്സമാണെങ്കിൽ വിവാഹം നടത്തിത്തരണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് 27 തവണ കൊടിമരം ചേർത്ത് നമ്മൾ ചുറ്റിത്തൊഴണം. സന്താനങ്ങളുടെ പരീക്ഷാ വിജയം ആണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഇപ്രകാരം 27 തവണ കൊടിമരത്തെ ഉൾപ്പെടെ ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴണം. പ്രദക്ഷിണം നമുക്ക് 27 എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടി 27 പൂവെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. എന്നിട്ട് ഓരോ തവണ നമ്മൾ ഈ കൊടിമരത്തോട് ചേർത്ത് ചുറ്റി വരുമ്പോൾ ആ ഓരോ പൂവും ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് അർപ്പിക്കാം. ഇപ്രകാരം 27 പൂക്കൾ കഴിയുമ്പോൾ നമുക്ക് എണ്ണം തെറ്റാതെ പ്രദക്ഷിണം പൂർത്തിയാക്കാൻ പറ്റും.
വർഷത്തിലെ 4 വിഷ്ണുപതി പുണ്യകാലങ്ങളിലും ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കുക. അതിനുള്ളിൽ തന്നെ ഫലപ്രാപ്തി ലഭ്യമാകുന്നതാണ്. ഇനി നമുക്ക് ക്ഷേത്രം അടുത്തില്ല എന്നിരിക്കട്ടെ. അങ്ങനെയുള്ളവർ നമ്മൾ പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്ത്, നമ്മൾ ദിവസേന പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ ഒരു നെയ് വിളക്ക് തെളിച്ച് വയ്ക്കുക. അതിൻ്റെ മുമ്പിൽ ഒരു മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു കൃഷ്ണ വിഗ്രഹമോ വയ്ക്കുക. എന്നിട്ട് അതിനെ ചുറ്റി 27 തവണ തൊഴുതുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചാലും ദുരിതങ്ങളൊക്കെ മാറി ശാന്തിയും സമാധാനവും അഭീഷ്ട കാര്യപ്രാപ്തിയും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന ആദ്യത്തെ വിഷ്ണുപതി പുണ്യകാലം 1202 ആണ്ട് ചിങ്ങമാസം 1, അതായത് 2026 ആഗസ്റ്റ് 17 തിങ്കളാഴ്ചയാണ്. രാവിലെ 7:58 മുമ്പ് വരുന്ന 6:45 മണിക്കൂർ സമയം, അതായത് രാത്രി 12:43 മുതൽ രാവിലെ 7:58 വരെയുള്ള കാലമാണ് ആദ്യത്തെ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വൃശ്ചിക മാസം, അതായത് തലേ ദിവസം രാത്രി 7:40 മണി തൊട്ട് മുൻപോട്ടുള്ള 6:45 മണിക്കൂർ സമയം, അതായത് ഉച്ചയ്ക്ക് 11:55 മുതൽ രാത്രി 7:40 വരെയുള്ള കാലമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. അതായത് നമ്മൾ 1-ാം തീയതിയായിട്ട് ആചരിക്കുന്നതിൻ്റെ തലേ ദിവസം. മൂന്നാമത്തേത് കുംഭമാസം 1-ാം തീയതി, അന്ന് രാവിലെ 10:13 മണിക്ക് മുമ്പുള്ള 6:45 മണിക്കൂർ, അതായത് വെളുപ്പിന് 3:28 മുതൽ രാവിലെ 10:13 വരെയുള്ള സമയം. നാലാമത്തേത് ഇടവമാസത്തിലെ 1-ാം തീയതി ശനിയാഴ്ച പകൽ 12:14 മുമ്പുള്ള 6:45 മണിക്കൂർ, അതായത് വെളുപ്പിന് 5:29 മുതൽ ഉച്ചയ്ക്ക് 12:14 വരെയുള്ള സമയം. ഈ സമയത്തെ വിഷ്ണുപതി പുണ്യകാലം ആയിട്ട് കണക്കാക്കുന്നു. വിഷ്ണുപതി പുണ്യകാലത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത്ഭുതകരമായ ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ്. ഒരു വർഷത്തെ 4 തവണ വരുന്ന വിഷ്ണുപതി പുണ്യകാലത്ത് മുടക്കം കൂടാതെ നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ, കൊടിമരമുള്ള അമ്പലമാണെങ്കിൽ ഉത്തമം, കൊടിമരം ഉള്ള മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ 27 തവണ ചുറ്റിത്തൊഴുത് നമ്മളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കണം. 4-ാമത്തെ തവണ പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഇംഗിതം സാധിച്ചിരിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ്.